ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. പക്ഷെ നമ്മൾ 2 ഡേ ട്രിപ്പാണ്. ബാംഗ്ലൂർ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകും ഗൈസ്. ഇനി അധികം സംസാരിച്ച സമയങ്ങളൊന്നുമില്ല. Dinner we had today, and all the Rajasthanis residing in Bangalore together. All these efforts are made by our epic Sunil Agarwal ji. ഗൈസ്, എൻ്റെ പേരിലൂടെ റൂമുണ്ട് ഗൈസ്. ഗൈസ്, എല്ലാവരും പറയും വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്. വന്ന വഴി മറന്നു. അങ്ങനെ വഴി തെറ്റിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ഇവിടുത്തെ വഴി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അയ്യോ, മൊത്തം ഒരു പ്രേതാലയം പോലെ കിടക്കുന്നു. അയ്യോ, അത് പറയാനില്ല. അതോ അതിന്റെ ഒരു കാണും. നമ്മളെല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഒറ്റൊരു തന്നെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഞാനാ മനസ്സിലാവില്ലേ. ആ, കുറച്ചൊക്കെ ആളനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ലേഡീസ് ആണെങ്കിലും ഗൈസ്, നമ്മളെ കണ്ടപ്പോ ഗേൾസ് കഥ കിടക്കുന്നു ഗൈസ്. നമ്മളെ തെറ്റിദ്ധരിച്ചു. എനിക്ക് വിഷമായി. ഇപ്പൊ കഥ പറഞ്ഞ കേസ് അവര് നമ്മളെ കണ്ടപ്പോ കറക്റ്റ് ഒരു കഥ അടച്ചു. എന്താ അങ്ങനെ? ഇയർ നമ്മളെ കൂട്ടിയിട്ട് ഇടിക്കൂ. മഹാലക്ഷ്മി മണ്ഡപം ഇതേ സുമേരു ഗൈസ്, നമ്മൾ പ്രേതാലയം പോലെ കിടക്കുന്നതുകൊണ്ട് ആ വഴി പോയില്ല. പക്ഷെ അത് തന്നെയായിരുന്നു വഴി. സത്യത്തിൽ നമുക്ക് വഴി തെറ്റിയില്ല ഗൈസ്. ഗൈസ്, കഥ അടച്ചിട്ട് പെണ്ണുങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഗൈസ് നമ്മൾ പോകുന്നത്. ഈച്ചോട്ടേ മനുഷ്യരല്ലേ. അവർ നോക്കുമ്പോൾ കുറച്ച് 4 പേര് അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ തരാ പോരാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പിന്നെ അവരെന്ത് വിചാരിക്കും? നമ്മൾ പിന്നെ ആ പ്രേതാലയത്തിലെത്തി. ഇവിടെ ഈ പരിസരത്തെങ്ങും ഒറ്റ മനുഷ്യന്മാരില്ല. രക്ഷപ്പെട്ടോ ഇവിടെ റൂമിലെത്തുന്നുണ്ടോ? പേടിച്ചു പോയില്ലടാ.
മനുഷ്യനെ പേടിപ്പിച്ചു പോലും. ഹിന്ദി അറിയത്തില്ലേ? വീണ്ടും ഒരു കൊറേ പെമ്പിള്ളേര് ഗൈസ് ഒരു കൂളായിട്ട് ഇതുവഴി ഓടി പോകുന്നു ഒറ്റയ്ക്ക്. അവർക്ക് ഇതൊക്കെ സ്ഥലമൊക്കെ അറിയാവുന്നോണ്ടായിരിക്കും ഇങ്ങനെ പേടിക്കായിരിക്കും. അയ്യോ ഒറ്റ മനുഷ്യരില്ല. അന്ധകാരത്തിന്റെ ഇടയിലുണ്ട് കാണാൻ 50 പേരെ കയറി. ആ ഇവിടെ ഇച്ചിരി വെട്ടമുണ്ട് ഗൈസ്. നമ്മുടെ സേഫ്റ്റിയും നമ്മളിങ്ങ് എത്തി ഗൈസ്. ഇവിടെ ഒന്നും കയറിയില്ല. നമ്മളിവിടുന്ന് അങ്ങനെ ഇറങ്ങി എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ. ഇരുട്ടിൽ വന്ന വഴി പറഞ്ഞു. ഞങ്ങളതിന് വന്ന വഴി കണ്ടുപിടിച്ച ഗൈസ് ഇല്ലടാ. യെസ്, വന്ന വഴി മറക്കരുത്. വന്ന വഴി മറന്ന് എന്താ ചെയ്യാ? നമ്മള് രാത്രി ആണ്ടാണ് ഗൈസ് മറന്നത്. പിന്നെ പ്രേതാലയം പോലെ കിടന്നപ്പോ നമ്മൾ ആ വഴി കയറിയില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചത്. വഴി ചവിട്ടുമ്പോ ഇത്രയും മെനക്കേടില്ലെന്നാണ് എന്റെ ഒരു ഊഹം. ഗൈസ് അതാണ് നമ്മുടെ സ്റ്റേ. ഡൂം സ്റ്റേ. ഗൈസ് സ്റ്റേയിലെത്തിയിരിക്കുന്നത്. എന്നെ വൈബ് അല്ലേ. പട്ടിയുണ്ടോ അവിടെ? അയ്യോ ഇനി അടുത്തത് പട്ടിയുണ്ട്. ടെമ്പിൾ റൺ കളിക്കുന്ന ഫീലുണ്ട്. നമ്മൾ ഇത്രത്തോളം റിസ്കിലാണ് വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ലൈക്ക് അടി ഗൈസ്. പട്ടി ഇറങ്ങും എടാ, ഫുള്ള് പട്ടികളാണ്. ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ റൂമിലേക്ക് വന്ന് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഉറങ്ങണം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് സുമേലിൽ വന്നേക്കുന്നു. പക്ഷെ ഭയങ്കരമായിട്ടുള്ള തണുപ്പ്. വെളുപ്പിന് എത്ര 5:30 ആയിരുന്നു. 5:30 ഒന്ന് കറങ്ങാറുണ്ട് ഗൈസ്. കാണാൻ പറ്റുന്ന ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഗൈസ്. ലൈറ്റായി കാണുന്നുണ്ട് ഗൈസ്. ആ സൈഡിലോട്ട് ഫുള്ള് മലനിരകളാണ്. ഫുള്ള് തണുപ്പാണ് ഗൈസ്. ഫുള്ളി ഗ്രാനൈറ്റും മാർബിളൊക്കെ വെച്ച് ചെയ്തേക്കുന്നുണ്ട്. നല്ല നൈറ്റ് വ്യൂ, ഫുള്ള് തണുപ്പ്, ഭയങ്കര തണുപ്പ് ഇവിടെ. നല്ല മോർണിംഗ് വ്യൂ ഗൈസ് വ്യൂ. ഇപ്പൊ നേരം വെളുത്തു വരുന്നു ഗൈസ്. ഗൈസ് നമ്മളിനി ഇതിന്റെ മേളിലോട്ട് കയറണം ഗൈസ്. ഇതിന്റെ മേളിൽ വെട്ടമില്ല കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ് ഇപ്പൊ ഇവിടെ. നല്ല വ്യൂ അല്ലേ? ഒരു അടിപൊളി വ്യൂ, ഒരു ചൂട് ചായയും കൂടി വേണമായിരുന്നു. ബാംഗ്ലൂർ നഗരവീഥികൾ, നഗരത്തിന്റെ ഔട്ട്സൈഡ് എക്സ്റ്റീരിയേഴ്സ് എല്ലായിടത്തും ബൈക്കിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ബൈക്കാന്നോ അതല്ല മെഷീൻ്റെ ഉള്ള സൗണ്ടാണ്. അവിടെ കാർ ഓ ഇവിടെ റോഡല്ലേ, ഇവിടെ റോഡാണ്. അങ്ങോട്ട് കാണുന്നുണ്ടോ ഒരു മിന്നായം പോലെ? അതൊക്കെയാ സത്യത്തിൽ ബാംഗ്ലൂർ സിറ്റിയിലെ വെളിവശം. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ വൈബുകൾ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഗൈസ്. സിറ്റിയുടെ ഇതോ വെളിയുള്ള സിറ്റിയുടെ ഒരറ്റം പോലും ഇല്ല. ഇത് സിറ്റിയുടെ ഏറ്റവും കുറഞ്ഞ ഭാഗം ഇത് ബാംഗ്ലൂർ സിറ്റിയുടെ. കൈയൊക്കെ തണുത്തിരിക്കുക ഗൈസ്. അതായിട്ട് ഇത്രയും ഡെവലപ്ഡ്. അപ്പം സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നെങ്കിലും. കണ്ണാടി മൊത്തം മിസ്റ്റായി. എൻ്റെ കണ്ണാടി മിസ്റ്റായി ഗൈസ്. ഈ സൈഡ് വേറെ ഗൈസ് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. എങ്ങനെയുണ്ടാ വ്യൂ? അവിടാണ് വ്യൂ. തകർന്നാളം തന്നെ തകർന്നാളം.
അവിടെ കിട്ടുന്നോട്ട് കെമിക്കല് നല്ല തണുപ്പില്ലേ? നമ്മളവിടെ നേരം കിടക്കുമ്പോഴേ കെമിക്കല് അല്ല 24 hours വർക്കിംഗ് അല്ലേ. രാത്രി കിടത്തിറങ്ങുന്ന കെമിക്കല് ഇവിടെ നിന്ന് വൈബ് ആസ്വദിക്കാണ് കേസ്. ഒരു രണ്ടുപേരും അടുത്തവനും വന്നു വൈബ് ആസ്വദിക്കാം. ഞാനിനി കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് വരാം ഗൈസ്. നമ്മൾ നേരം വെളുപ്പിച്ച് ഗൈസ്. ഇതാണ് ഇവിടുത്തെ നേരം വെളുത്ത് കഴിയുമ്പോഴുള്ളൊരു വ്യൂ. ഫ്ലാറ്റുകൾ, കെട്ടിടങ്ങൾ. നമ്മൾ ഇറങ്ങുവാണ് ഗൈസ് നേരം വെളുത്തോണ്ട്. ഇതാണ് ഗൈസ് ഇവിടെ നിന്നുള്ള വ്യൂ അല്ലേ? നമ്മളിനി ഇറങ്ങുവാണ് ഗൈസ്. ഇതാണ് ഗൈസ് താഴെ നിന്നുള്ള വ്യൂ. ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. നമ്മൾ റൂമിലോട്ട് പോകണം ഗൈസ്. റൂമിലോട്ട് പോയിട്ട് നമുക്ക് അടുത്ത സ്ഥലങ്ങളോട്ട്. നമ്മൾ റൂമിലെത്തി ഗൈസ്. എല്ലാവരും ഓരോരോ ഇടങ്ങളിൽ സ്ഥാനം പിടിച്ചു. ഒരു പഴയ വഴി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. ഇതുവഴി വഴിയുണ്ട് ഗൈസ്, പക്ഷെ അവരങ്ങോട്ടെങ്ങും പോയി. ഫുള്ള് കാടാ. കാട്ടിക്ക് തന്നെ കൊണ്ടില്ലേ? പുതിയ പുതിയ വഴികൾ എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ്. ഓ തേലകളാണല്ലോ. ചൊറിയോ ഇതൊക്കെ തട്ടിയ. നമ്മളൊരു ഹൊറർ ത്രില്ലറിലേക്ക് പോവുകയാണ് ഗൈസ്. വാഗമൺ മൃദുഭാവേ ദൃഢകൃത്യേ പുതിയ മാർഗം പുതിയ ലക്ഷ്യം പ്രതിദിനം പൊരുതണം പൊരുതണം മൃദുഭാവേ ദൃഢകൃത്യേ പുതിയ മാർഗം പുതിയ ലക്ഷ്യം പ്രതിദിനം
ഇതാണ് കേസ്. ഇന്നലെ രാത്രി നമ്മൾ വന്ന പ്രേതാലയം. പുക വന്നു മൂടുന്നിതാ കിതയ്ക്കുന്നു ശ്വാസം പാഴ്മുള്ളിൽ അമരുന്നിതാ പല കാതങ്ങൾ കഴിയുമ്പോഴും ഒടുങ്ങാതെ ദൂരം ഗതി മാറുന്ന കാറ്റായിതാ നിലയ്ക്കാതെ യാനം. ഹലോ ഗൈസ്, ഇത് ലിച്ചു വ്ലോഗ്സ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടോക്സിന് ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. എടാ പൈപ്പ് തുറന്നുകൊണ്ട് അവിടെ ഹായ് കാർത്തിക് വ്ലോഗ്സ്. ഹലോ മൃദുഭവേ ദൃഢകൃത്യേ പുതിയ മാർഗം പുതിയ ലക്ഷ്യം പ്രതിദിനം പൊരുതണം പൊരുടണം. മൃദുഭവേ ദൃഢകൃത്യേ പുതിയ മാർഗം പുതിയ ലക്ഷ്യം പ്രതിദിനം പൊരുതണം പൊരുടണം. വീഴുതെമ്പാടും എറിയുന്ന നേരം മണ്ണോടു വീണാലും ഒരു വിത്തായി മുള പൊന്തുവാനായി കാക്കുന്നു നെഞ്ചം. പല മുൻവാതിൽ അടയുന്ന കാലങ്ങളിൽ ഉൾനോവിനാഴങ്ങളിൽ വിധി തേടുന്ന സഞ്ചാരിയായി വിഷനാഗങ്ങൾ വാഴുന്ന കാടിൻ്റെ നായാടിയായി ആ ആ പല കാതങ്ങൾ കഴിയുമ്പോഴും ഒടുങ്ങാതെ ദൂരം ഗതി മാറുന്ന കാറ്റായിതാ നിലയ്ക്കാതെ